പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലം അതേക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ചട്ടപ്രകാരം ഓടുന്ന വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സംസാരിപ്പാൻ ഇടയായി. എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗം, രണ്ടാമത്തെ ഭാഗം ഇന്ന് തുടർമാനമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ടും ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്വർഗത്തിലായിരിക്കുന്ന തൻ്റെ ഭക്തന്മാർ, ദൈവദാസന്മാർ അല്ല, ദൈവം അവിടെ തൻ്റെ വരവിങ്കിൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാർക്കെല്ലാം പ്രതിഫലം കൊടുക്കുന്ന സ്തോത്രം ഒരു സംരംഭമാണ് നമ്മൾ വെളിപ്പെടുത്തുവാനും ഒക്കെ ഇടയായത്. ദൈവദൂതൻ പേര് വിളിച്ച് ഓരോരുത്തരെ ക്രിസ്തു മുമ്പാകെ നിർത്തുകയും അതനുസരിച്ച് അവരെക്കുറിച്ചുള്ളത് ഈ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ഒരു പ്രത്യേക സംവിധാനം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം പറയുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി സ്തോത്രം ഈ ലോകത്തിൽ വാഴുകയും സ്തോത്രം. ആ യേശുവിനെ കുറിച്ച് പാടുവാൻ കഴിയുന്ന ഒരു ഗാനം പാടി ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമീൻ. യേശു ആരിലും നല്ലവനാ, അവൻ വല്ലഭൻ മതിയായവൻ എന്നും. യേശു ആരിലും നല്ലവനാ. യേശു എനിക്കായി കരുതിയതോർത്തു ഏതു നേരവും സ്തുതി പാടിയിടും. ആശ്രിത വത്സലൻ യേശു മഹേശൻ, ആശ്രിതർക്കഭയവും ആശ്വാസകനും. ആശ്വാസകൻ യേശു ആശ്വാസകൻ. ആശയ്ക്കതീതമായി ആശ്വസിപ്പിക്കും ആശ്വാസകൻ. ആശ്വാസകൻ യേശു ആശ്വാസകൻ. ആശയ്ക്കതീതമായി ആശ്വസിപ്പിക്കും ആശ്വാസകൻ. യേശു ആരിലും നല്ലവനാം, അവൻ വല്ലഭൻ മതിയായവൻ എന്നും. ഹൃദയം നുറുങ്ങിയോർക്കാശ്വാസകൻ, മനസ്സു തകർന്നവരെ രക്ഷിക്കും. ആശ്രയമറ്റവരെ കൈത്താങ്ങും. അഗതികൾക്ക് അനവധി നന്മകൾ പകരും ആശ്വാസകൻ. യേശു ആശ്വാസകൻ. ആശയ്ക്കതീതമായി ആശ്വസിപ്പിക്കും ആശ്വാസകൻ. യേശു ആരിലും നല്ലവനാം, അവൻ വല്ലഭൻ മതിയായവൻ എന്നും. ആഗ്രഹിച്ചതിലും അർഹിച്ചതിലും അത്യന്തം പരമായി വഴി നടത്തുന്നു. കരുണാമയനം സർവസമ്പന്നൻ, തന്മഹിമാധനം പോൽ തരും ദിനവും. കരുണാമയനം സർവസമ്പന്നൻ, തന്മഹിമാധനം പോൽ തരും ദിനവും. ആശ്വാസകൻ യേശു ആശ്വാസകൻ.
ആശയ്ക്കതീതമായി ആശ്വസിപ്പിക്കും ആശ്വാസകൻ യേശു ആരിലും നല്ലവനാം. അവൻ വല്ലഭൻ മതിയായവൻ എന്നും. ബാക്കി അടികൾ പിന്നെയും ഉണ്ട്, അത് അവസാനം പാടാം. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവസേനയിലായിരിക്കുന്ന എല്ലാവർക്കും BMCT കടന്നു വന്ന് ഈ പാട്ടും പ്രാർത്ഥനയും അവിടെ ചെയ്യുന്ന ഓരോ ശുശ്രൂഷ നിർവഹിക്കുന്ന ഓരോരുത്തരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതെ, പതിവ് പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതായ സ്തോത്രം ആ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് കേൾപ്പാൻ അവസരമെടുക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ചട്ടപ്രകാരം ഓടിയില്ലെങ്കിൽ കിരീടം ലഭിക്കുകയില്ല. ചട്ടപ്രകാരം ഓടിയില്ലെങ്കിൽ കിരീടം ലഭിക്കുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാധാരണ പോലെ ദൂതൻ അവിടെ പേര് വിളിച്ച ആൻഡ്രൂസിൻ്റെ പേര് വിളിച്ചു, ഫ്രാൻസിസിൻ്റെ പേര് വിളിച്ചു, ഇങ്ങനെ പലരുടെയും പേര് വിളിച്ച് അവരുടെ കിരീടങ്ങൾ അവർക്ക് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ആയിട്ട് നമ്മൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ദൂതൻ അടുത്തയാളിൻ്റെ പേര് വിളിച്ചു, മത്തായി. മത്തായി, ആമേൻ. മത്തായി വിദ്യാഭ്യാസം കുറവായിരുന്ന ഒരു സുവിശേഷകനായിരുന്നു. സാമ്പത്തികം വളരെ കുറവുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരു മേസ്ത്രി പണിക്കാരനായിരുന്നു. പണി ചെയ്തതിന് ശേഷം ലഭിക്കുന്ന സമയവും പണിക്ക് ആമേൻ പണിക്കൂലിയായി കിട്ടുന്ന പണവും ഉപയോഗിച്ച് സുവിശേഷ പ്രചരണം ആമേൻ നടത്തുമായിരുന്നു. വർഷം തോറും ഒരു കൺവെൻഷന് ആവശ്യമുള്ള പണം മത്തായി പാസ്റ്ററിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ആമേൻ. സ്റ്റേജ് കെട്ടുവാനും നോട്ടീസ് അടിക്കുവാനും യോഗത്തിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുവാനും ആമേൻ. പ്രൈസ് ദി ലോർഡ്. മത്തായിയും കുടുംബവും പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. യോഗത്തിന് വരുന്ന പ്രാസംഗികർക്കുള്ള ഭക്ഷണം മത്തായിയുടെ വീട്ടിലാണ് ക്രമീകരിക്കുക. യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി 3 ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കും. കൺവെൻഷന് ആകപ്പാടെ വരുന്ന ചിലവ് 5000-ൽ ആമേൻ കവിയുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാരണം അതായത് പ്രചാരണ പരസ്യങ്ങളും ഒക്കെ ഒരുപാട് രീതിയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും പണമില്ലാത്തതുകൊണ്ട് അത് കഴിയാറില്ല. ആമേൻ. ഉദ്ഘാടനത്തിന് മന്ത്രിമാരല്ല, ആശംസ പ്രസംഗത്തിന് മത നേതാക്കന്മാരില്ല. ആമേൻ. പ്രാസംഗികരായി വരുന്നവർ, പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കുന്നവർ, ഇതെല്ലാം മുഖാന്തരം മത്തായിയുടെ യോഗത്തിന് ആള് കുറവാണ്. എങ്കിലും യോഗം കഴിയുമ്പോൾ കുറേ പേരെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഉണ്ടാകുമായിരുന്നു. താനാണ് യോഗം നടത്തുന്നതെന്ന് ആരും അറിയരുതെന്ന് മത്തായി പാസ്റ്ററോട് നിർദ്ദേശിച്ചിരുന്നതിനാൽ മത്തായിയെ അധികം പേരും ശ്രദ്ധിച്ചിരുന്നില്ല. മത്തായിയുടെ സുവിശേഷ പ്രവർത്തനം പ്രദർശിപ്പിക്കപ്പെടുന്നു. ഉച്ചഭാഷണിയിലൂടെ ഭക്തിഗാനങ്ങൾ ഒഴുകുന്നു. മത്തായിയും മക്കളും ഗ്രൗണ്ടിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുന്നു. മത്തായി വേഗം തൻ്റെ ആമേൻ വീട്ടിലേക്ക് പോകുന്നു. അടുക്കളയിൽ ആവശ്യമുള്ള വെള്ളം കോരി വയ്ക്കുന്നു. ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ സഹായിക്കുന്നു. വേഗം കുളിച്ചൊരുങ്ങുന്നു. അപ്പോഴേക്കും യോഗം പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ സമയമായി. മത്തായി ഏറ്റവും പിറകിൽ പോയിരുന്നുകൊണ്ട് യോഗാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്റ്റേജിൽ വെള്ളവസ്ത്രധാരികളുടെ ഒരു നിര തന്നെ ഉണ്ട്. ആമീൻ. യോഗം തീർന്നതും മത്തായി വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം. ദേവദാസന്മാർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണമൊരുക്കി മേശപ്പുറത്ത് വയ്ക്കുകയായി. അവരെല്ലാം ഭക്ഷണം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ മത്തായിയും മക്കളും യോഗസ്ഥലത്ത് വന്ന് നിരന്ന് കിടക്കുന്ന കസേരകളും പായകളുമെല്ലാം മടക്കി വയ്ക്കുന്നു.
അപ്പോഴേക്കും രാത്രി 12 മണി കഴിഞ്ഞിരിക്കും. അവിടെ നിന്നുകൊണ്ട് മത്തായി ഇപ്രകാരം പറയും: ദൈവമേ, നാളത്തെ യോഗത്തെ അനുഗ്രഹിക്കണമേ, ആത്മാക്കളെ രക്ഷിക്കണമേ, ആൾക്കാരെ കൊണ്ടുവരണമേ, ദൈവദാസന്മാരെ ശക്തമായി ഉപയോഗിക്കണമേ, പ്രകൃതിയെ നിയന്ത്രിക്കണമേ. ഇങ്ങനെ മത്തായിയുടെ പ്രാർത്ഥന നീണ്ടുപോകും. എന്നാൽ സ്റ്റേജിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കുവാൻ മത്തായിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. മത്തായി അതിനുവേണ്ടി ആഗ്രഹിച്ചതുമില്ല. പ്രദർശനം സമാപിക്കുന്നു. മത്തായി കൗണ്ടറിൻ്റെ മുമ്പിൽ ചെല്ലുന്നു. ഫ്രാൻസിസിന് കിട്ടിയതുപോലെ വലിപ്പമുള്ള ഒരു ടോക്കണല്ല, ചെറിയൊരു ടോക്കണാണ് മത്തായിക്ക് ലഭിച്ചത്. മത്തായി ആ ദൂതന് നന്ദി പറഞ്ഞിട്ട് തീ കത്തുന്ന ഗേറ്റിലേക്ക് പോയി. തീ കത്തുന്ന ഗേറ്റും കടന്ന് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്നിച്ചിട്ട് ദൂതൻ്റെ അടുക്കൽ ചെന്നു. ദൂതൻ ഫ്രാൻസിസിൻ്റെ പേര് വിളിച്ചപ്പോൾ മുതൽ പിടിച്ചുകൊണ്ട് നിന്ന ആ മനോഹരമായ കിരീടം മാറ്റിവെച്ചിരുന്നില്ല. മത്തായി തൻ്റെ കയ്യിൽ ലഭിച്ച ആ ചെറിയ ടോക്കൺ ദൂതൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ടോക്കണായിരുന്നു. തീ കത്തുന്ന ഗേറ്റിൽ വന്നപ്പോൾ ആ ടോക്കണിൻ്റെ മാറ്റ് കുറെ കൂടെ വർദ്ധിച്ചു. ദൂതൻ ആ കിരീടം യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുത്തു. യേശു ക്രിസ്തു ആ കിരീടം മത്തായിയുടെ ശിരസിൽ വെച്ചു. മത്തായി വീണ്ടും ക്രിസ്തുവിൻ്റെ പാദത്തിൽ ചുംബിച്ചു, നമസ്കരിച്ചു. മത്തായി വിശുദ്ധ സംഘത്തിലേക്ക് ചെന്നപ്പോൾ അവരെല്ലാവരും കരഘോഷത്തോടെ മത്തായിയെ സ്വീകരിച്ചു. ഫ്രാൻസിസിന് മത്തായിയുടെ കിരീടത്തിന് ചുറ്റും വട്ടം നടന്ന് കാണുകയും തൊട്ടു നോക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. വലിയ മഹായോഗങ്ങൾ സംഘടിപ്പിച്ച ചിലർക്കൊക്കെ കിരീടങ്ങൾ ലഭിക്കുകയുണ്ടായി. മറ്റു ചിലരെ അവിടെ കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഫ്രാൻസിസിന് അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ 75 ലക്ഷം രൂപ മുടക്കി ഒരു ക്രൂസൈഡ് നടത്തി, മത്തായി 5000 രൂപ മുടക്കി ഒരു യോഗം നടത്തി, അവസാനം എനിക്ക് കിട്ടേണ്ട കിരീടം മത്തായിക്ക് കിട്ടി. എന്താണ് ഇതിന് കാരണം? വലിയ യോഗങ്ങൾ നടത്തുന്നത് തെറ്റാണെന്നാണോ ഇതിൻ്റെ അർത്ഥം? പൗലോസ് ചെറിയ യോഗമാകട്ടെ വലിയ യോഗമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി മാത്രം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം ലഭിക്കും. ഉദ്ദേശശുദ്ധിയാണ് ഇവിടുത്തെ പ്രധാന വിഷയം. നിങ്ങളുടെ ക്രൂസൈഡിൻ്റെ പിന്നിൽ വാസ്തവമായി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ള ആ സംശുദ്ധമായ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള കിരീടം ആരും എടുത്തുകൊണ്ടുപോകുകയില്ലായിരുന്നു. മത്തായി നടത്തിയ യോഗത്തിൽ യേശു മഹത്വപ്പെട്ടതുപോലെ നിങ്ങളുടെ യോഗത്തിൽ യേശു മഹത്വപ്പെട്ടില്ല. യേശു മഹത്വപ്പെടണം എന്നുള്ള മത്തായിയുടെ സംക്ഷിപ്തമായ ഉദ്ദേശശുദ്ധി നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇവിടെ എണ്ണത്തിൻ്റെ പെരുപ്പത്തേക്കാൾ നൽപ്പിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്തായി അടുത്തു വന്ന പൗലോസുമായി പരിചയപ്പെടുകയും പൗലോസിന്റെ ലേഖനത്തിനായി നന്ദി പറയുകയും ചെയ്തു. മത്തായി, ബഹുമാന്യനായ പൗലോസെ, ഞാൻ എന്നെ തന്നെ ഉയർത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അങ്ങ് എഴുതിയ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുകയും എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തു. അന്നു മുതൽ ക്രിസ്തു അല്ലാതെ ഞാൻ ഒരിക്കലും മഹത്വപ്പെടരുതെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ കിരീടം ലഭിച്ചത്. അതിന് അങ്ങേക്ക് നന്ദി. മത്തായിയുടെ സാക്ഷ്യം ഫ്രാൻസിസ് കേട്ടു. നിൽക്കുമ്പോഴും തൻ്റെ ശ്രദ്ധ മുഴുവൻ ആ വലിയ വിലതീരാത്ത ശോഭയേറിയ കിരീടത്തിൽ തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, അങ്ങനെ ചട്ടപ്രകാരം ദൈവശുശ്രൂഷ ചെയ്യുന്നവർക്ക് അതുപോലുള്ള പ്രതിഫലവും കിരീടവും എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കും എന്നുള്ളത് നാം ഇന്നിപ്പോൾ കേട്ടതായ ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് പിന്നെയും സുവിശേഷ വേലയിൽ താല്പര്യവും
ആത്മാക്കളെ നേടുന്നതിൽ ഉത്സാഹമുള്ളവരുമായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ആമേൻ. നാം പാടിയ ആ പാട്ടിൻ്റെ ബാക്കി പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനായി സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മാനവ സ്നേഹം മാറിടുമെങ്കിലും മാറാത്ത സ്നേഹിതൻ യേശുനാഥൻ. ഏകാന്തതയിലും എഴുന്നരുളും എൻ കൂടെയിരുന്നവനാശ്വസിപ്പിക്കും. ഏകാന്തതയിലും എഴുന്നരുളും എൻ കൂടെയിരുന്നവനാശ്വസിപ്പിക്കും. ആശ്വാസകൻ യേശു ആശ്വാസകൻ. ആശയ്ക്കതീതമായി ആശ്വസിപ്പിക്കും. ആശ്വാസകൻ യേശു ആരിലും നല്ലവനാം. അവൻ വല്ലഭൻ മതിയായവൻ എന്നും. യേശു ആരിലും നല്ലവനാം. അവൻ വല്ലഭൻ മതിയായവൻ എന്നും. പ്രത്യാശ നാട്ടില വാഗ്ദത്ത വീട്ടിൽ ചേർത്തിടും നാഥൻ അതിവേഗം. കണ്ണുനീരെല്ലാം അവൻ തുടച്ചിടും. യുഗയുഗമായി നാം അവനിടം വസിക്കും. കണ്ണുനീരെല്ലാം അവൻ തുടച്ചിടും. യുഗയുഗമായി നാം അവനിടം വസിക്കും. ആശ്വാസകൻ യേശു ആശ്വാസകൻ. ആശയ്ക്കതീതമായി ആശ്വസിപ്പിക്കും. ആശ്വാസകൻ യേശു ആരിലും നല്ലവനാം. അവൻ വല്ലഭൻ മതിയായവൻ എന്നും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ഗാനത്താലും ഈ വചനത്താലും ചട്ടപ്രകാരം ഓടുവാൻ പിന്നെ ഉത്സാഹിച്ചു പോകുന്നവരായി ഇരിപ്പാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, ഇന്നും ഞങ്ങൾക്ക് നിന്റെ വചനം ചട്ടപ്രകാരം ഓടുന്നത് കൊണ്ട് ലഭിക്കുന്ന കിരീടം വാസ്തവമായി ലഭിക്കേണ്ടവർക്ക് ലഭിക്കൂ എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ കേൾപ്പാൻ ഇടയായല്ലോ കർത്താവെ. എല്ലാറ്റിനായും നന്ദി പറയുന്നു. യേശു ആരിലും നല്ലവനാകുന്നു. അവൻ വല്ലവൻ മതിയായവൻ. ആമേൻ. അവൻ ആശ്വാസകനായി. ആമേൻ. സ്തോത്രം. ആശയ്ക്ക് അതീതമായി ആശ്വസിപ്പിക്കുന്ന ആശ്വാസകനായി മനസ്സിലാക്കുവാൻ ഗാനത്തിൽ കൂടെ ഇടയാക്കി. അതിൽ കൂടെ എല്ലാം തിരുനാമം മഹിമപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ട എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരമരുമാറാകണമേ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.